പഴയ ഒരു ഇന്ദ്രൻ ചേട്ടനെ മിസ് ചെയ്യുന്നുണ്ടോ ചേട്ടന്? ആണ്, ഉണ്ട്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കൂടെ കളിച്ചവരൊക്കെ പലരും എന്താ ഓർമ്മ, എനിക്ക് കോമഡി ചേരില്ല ഭയങ്കര ഷെയ്പ്പിന്. എന്നാലും അങ്ങനെ ഭയങ്കരമായിട്ട് അതിനെ ഡെവലപ്പ് ചെയ്തെടുത്ത ആളാണ്. അതിനിടയ്ക്ക് ഞാൻ രക്ഷപ്പെട്ടത് എൻ്റെ കോലം വെച്ചിട്ടാണ്. അങ്ങനെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നിട്ട് അങ്ങനെ ഭയങ്കര കോമഡി ഭയങ്കര നന്നായിട്ട് ചെയ്തു. അഭിനയിക്കാനുള്ള കൊതി. ഓ ചേട്ടെങ്കിലും അല്ലാതെ സത്യമായിട്ടും അതാണ്. ഇനി ഓണോ വിഷുവോ ക്രിസ്മസോ പെരുന്നാളോ ഇനി വീട്ടിലായത് ഇനി കല്യാണമോ എന്നാൽ പോലും ഞാൻ ഇട്ടിട്ട് പോകും. സിനിമയാണോ അല്ലേ? ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു സ്കൈലാർക്ക് പിക്ചേഴ്സ് എൻ്റർടൈൻമെൻറ്റ്സ്. കനകരാജ്യം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ സ്വന്തം ഇന്ദ്രൻ സേട്ടൻ ആൻഡ് ലിയോണ. വെൽക്കം ടു സ്കൈലാർക്ക് പിക്ചേഴ്സ്. അപ്പോൾ നമുക്ക് ഇന്ദ്രൻ സേട്ടനിൽ നിന്ന് തുടങ്ങാം. ഇന്ദ്രൻ ചേട്ടൻ, എന്താണ് നമ്മുടെ പുതിയ സിനിമയുടെ വിശേഷങ്ങൾ? എന്താണ് കനകരാജ്യം? കനകരാജ്യം മനസ്സിലൊരുപാട് സ്വപ്നം കാണുന്നവരുള്ളൊരു കനകരാജ്യമാണ്. ഓക്കെ, അങ്ങനെ. അപ്പോൾ ഡയറക്ടറുടെ തന്നെയാണ് സ്ക്രിപ്റ്റും. അദ്ദേഹത്തിൻ്റെ ഒരു നടന്ന സംഭവത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്തതാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കുടുംബങ്ങളുടെ തന്നെ കഥ പറയുവാണ്. അറിഞ്ഞോ അറിയാതെയോ തമ്മിൽ അല്ലേ ചെറിയ ഇഴയെടുപ്പങ്ങളൊക്കെ വന്നു പോകുന്ന രണ്ട് ഫാമിലി. അദ്ദേഹത്തിൻ്റെ തന്നെ കഥയാണോ? അല്ല, അദ്ദേഹത്തിന്റെ സാഗരം. അതെ അതെ, സാഗറിന്റെ തന്നെയാണ് കഥ. എഴുതിയ കഥ അല്ല, ആരുടെ കഥയാണെന്ന് അങ്ങനെ പറയുന്നത്? നടന്ന സംഭവമാണെന്ന് മാത്രമേ അറിയൂ. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ. ക്യാരക്ടറിനെ പറ്റി? എൻ്റെ ഒരു സെക്യൂരിറ്റിക്കാരനാണ്, ഒരു സ്വർണ്ണക്കടയുടെ നടയിൽ നിൽക്കുന്ന ഒരാളാണ്. ഓക്കെ. ആളും അയാളുടെ ഒരു കുഞ്ഞു കുടുംബവും. അപ്പോൾ ഒരു ജീവിതത്തിലേക്കുള്ളൊരു കുടുംബം കൊണ്ടുപോകുന്നൊരു കഷ്ടപ്പാട് തന്നെയാണ്, പഠിക്കുന്ന മോളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ അവരുടെ ജീവിതത്തിലേക്കുണ്ടാകുന്ന ചില താളപ്പുഴകളും അതിന് കാരണമാകുന്ന വേറൊരു കുടുംബവും അങ്ങനെയൊക്കെ വേണം. അപ്പം അതിലൊരു ഏറ്റവും ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ മുരളി സാറിൻ്റെ വളരെ വ്യത്യാസമുള്ളൊരു കഥാപാത്രം. കാരണം സൂര്യകണക്കിന് അങ്ങനെ ഒരു ആരാധകൻ തന്നെ കുറച്ച് സിനിമയിലേക്ക് അഭിനയിച്ചിട്ട് ഭയങ്കര വ്യത്യാസമുള്ള കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത്, സ്ക്രിപ്റ്റ് വെച്ചായാലും അങ്ങനെ. അപ്പോൾ ഇതിൽ പ്രതീക്ഷിക്കാത്തൊരു ഒരു കഥാപാത്രമാണ്. മുരളി സാറിനോട് പറഞ്ഞിട്ടുണ്ടോ ചേട്ടൻ ഈ പറഞ്ഞ കാര്യം? അത് പറഞ്ഞില്ല, എന്നാലും പാവം തോന്നില്ലേ അഭിനയിക്കുന്ന കാണുമ്പോൾ. അങ്ങനത്തെ ഒരു കഥാപാത്രം. ഓക്കെ, പറയൂ ലിയോണ, പറയൂ എന്താണ് കനകരാജ്യം റോൾ ക്യാരക്ടർ? എന്റെ ക്യാരക്ടറിന്റെ പേര് ദേവു. ദേവു എനിക്ക് കഥ ആദ്യം ഈ കനകരാജ്യത്തിന്റെ കഥ കേട്ടപ്പോൾ ഫസ്റ്റ് മൈൻഡിൽ വന്നത് വാട്ട് എക്സൈറ്റഡ് മീ ദ മോസ്റ്റ് വാസ് ഈ ഒരു ക്യാരക്ടർ ഇപ്പോൾ സിനിമയിൽ വളരെ കുറവാണ് ഇതുപോലത്തെ വീട്ടമ്മമാരുടെ ക്യാരക്ടേഴ്സ് എഴുതുന്നത്. ഇറ്റ്സ് ലൈക്ക് ഇറ്റ് റിമൈൻഡഡ് മീ ഓഫ് പണ്ടത്തെ ആ കാലഘട്ടത്തിലുള്ള കുറച്ച് കുസൃതിയും കുറച്ച് പിണക്കവും കുറച്ച് ഇന്നസെൻസും അറ്റ് ദ സെയിം ടൈം ഷീസ് ബോൾഡ് അങ്ങനെയൊക്കെ തോന്നുന്ന. ഇപ്പം നമ്മുടെ അമ്മമാരൊക്കെ അങ്ങനെയായിരിക്കും, അങ്ങനെ നമുക്ക് അങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക്സ് തോന്നാവുന്ന റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കും അമ്മമാരൊക്കെ. പക്ഷേ സിനിമയിൽ കുറേ കാലമായി വന്നു എന്ന് തോന്നുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. ദാറ്റ് ഈസ് വാട്ട് എക്സൈറ്റഡ് മീ ദ മോസ്റ്റ്. പിന്നെ ഇറ്റ്സ് അബൌട്ട് ടു ഫാമിലി ഡ്രാമയാണ്. ഭയങ്കര നാടൻ ഒരു വീടാണ് ലോകം എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരു ദേവുവിൻ്റെ ഹസ്ബൻഡും ഫാമിലിയും പിന്നെ ഇന്ദ്രൻ ചേട്ടൻ്റെ ഫാമിലിയും എങ്ങനെയാണ് ഈ രണ്ട് ഫാമിലീസ് തമ്മിൽ കോറിലേറ്റഡ് ആവുന്നേ എന്നുള്ളതും കൂടിയാണ്. അതാണ് കഥ. അങ്ങനെ പറയാൻ പറ്റില്ല, ഫാമിലിയായിട്ട് കോറിലേറ്റഡ് ആവുന്നില്ല, പക്ഷേ ഇന്ദ്രൻ ചേട്ടൻ സംഹൗ ബിക്കംസ് ഒരു പാർട്ട് ഇൻ അവർ ഫാമിലി. ഓക്കെ. അപ്പോൾ ഇന്ദ്രൻ ചേട്ടാ, നമുക്ക് ഇപ്പോൾ ഈ മുരളി സാറായിട്ടുള്ള എക്സ്പീരിയൻസ് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു വലിയ സ്ക്രിപ്റ്റ് റൈറ്റർ, അദ്ദേഹം അഭിനയിക്കുന്ന കാണുന്നതൊക്കെ ചേട്ടന് ഇഷ്ടമാണെന്നും പറഞ്ഞു. അപ്പോൾ ഇത്തരം സിനിമകളിൽ ഇപ്പോൾ ലിയോണ പറഞ്ഞ പോലെ ഗ്രാമങ്ങളിലുള്ള സിനിമകൾ, അതേപോലെ നിഷ്കളങ്കരമായ കഥാപാത്രങ്ങളുള്ള സിനിമകൾ, ഇതൊക്കെ നമുക്ക് ശരിക്കും അന്യം നിന്ന് പോകുന്നുണ്ടോ ഇപ്പോഴത്തെ സിനിമയിൽ? ഇഷ്ടമാണോ? അല്ല, അന്യം നിന്ന് പോകില്ല വെച്ചാൽ അത് ഉണ്ടാക്കുന്നവരും ഇല്ല, അങ്ങനെ ചിന്തിച്ചിരുന്നു ആ സിനിമ ഉണ്ടാക്കുന്നവരും ഇല്ലല്ലോ. അപ്പോൾ പുതിയ കൂട്ടുകാരുടെ ചിന്തയിൽ വരുന്ന സിനിമകളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവരതൊക്കെ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ സിനിമ ഇതാണെന്നുള്ള മട്ടിൽ പോവുമല്ലേ. അപ്പോൾ അത് മിസ്സാകാണ്ട് നിവർത്തിയില്ല, മിസ്സായി പറ്റൂലേ കാലത്തിൻ്റെ. ഓക്കെ. സോ ഇപ്പോൾ ഞാൻ ലിയോണെ പറ്റിയൊക്കെ നോക്കുന്ന സമയത്ത് കാരണം ഒരു മെയിൻ കാര്യമായിരുന്നു, എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഒരു അന്തർമുഖയായ
ലിയോണ ഒരു ഇൻട്രോവേർട്ട് അതാ ഉദ്ദേശിച്ചത്. ഓക്കെ, എന്താ അന്തർമുഖം? അന്തർമുഖ എന്ന് പറഞ്ഞാൽ ഇൻട്രോവേർട്ട് അത് തന്നെ. അപ്പോൾ അങ്ങനെ ഇൻട്രോവേർട്ടായ ഒരാൾ പെട്ടെന്ന് സിനിമയിലേക്ക് അച്ഛനെ സഹായിക്കാനാണ് സിനിമയിലേക്ക് വരുന്നതെന്നും പറയുന്നു. സോ ഇപ്പോൾ എന്താണ് സിനിമ ലിയോണയ്ക്ക്, അല്ലെങ്കിൽ ആ ഒരു കാലം കഴിഞ്ഞു ഇപ്പോൾ ഒരു എന്താ പറയുക എസ്റ്റാബ്ലിഷ്ഡ് ആയ അല്ലെങ്കിൽ നമുക്ക് നിലയുറപ്പിക്കാൻ സാധ്യതയുള്ളൊരു കളം തന്നെയല്ലേ സിനിമ? ഇപ്പം എനിക്ക് സിനിമ ഭയങ്കര സീരിയസ് ഒരു മാറ്ററാണ്. മറ്റേത് എനിക്ക് സിനിമേനെക്കാട്ടിലും സീരിയസ് ആയിട്ടുള്ള സർവൈവൽ വേറെ പലതും ഉണ്ടായിരുന്നു. ലൈക്ക് സർവൈവൽ എങ്ങനെയും പറയാം. പക്ഷേ ഇപ്പോൾ സിനിമ ഇസ് എ പാർട്ട് ഓഫ് മൈ സർവൈവൽ. സിനിമേനെ എനിക്ക് മാറ്റി നിർത്തിയിട്ട് അങ്ങനെ സിനിമ ഇല്ലെങ്കിൽ വേറെ ഒന്നിനെ കുറിച്ച് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അതിന് വേണ്ടി പണിയെടുക്കാൻ ഞാൻ റെഡിയാണ്. സോ ദാറ്റ് സിനിമ ഡസൻറ്റ് ലൈക്ക് ഗോ അവേ ഫ്രം മീ. അതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കാൻ ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. ആൻഡ് ദാറ്റ് ഈസ് ദി ഓൺലി തിങ് ദാറ്റ് മേക്സ് മീ അങ്ങനെ സന്തോഷത്തോടെ ജോലി ചെയ്യുക എന്നുള്ളത് അതിൽ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഓക്കെ, അച്ഛൻ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ആസ് ഒരു അദ്ദേഹം സീരിയലിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഒക്കെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു ആക്ടറാണ്. സോ അദ്ദേഹം എത്രത്തോളം ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ? അച്ഛൻ അമ്മ രണ്ടുപേരും അറ്റ് ഡിഫറെൻറ്റ് പോയിന്റ്സ് ഓഫ് ലൈഫ് യു ഗെറ്റ് ഇൻഫ്ലുവൻസ് സംഹൗ. അച്ഛൻ ബിക്കോസ് അച്ഛൻ ഇസ് ഇൻ ദ സെയിം ഫീൽഡ്. കുറേ കാര്യങ്ങൾ അച്ഛൻ എന്തുകൊണ്ട് ചെയ്തില്ല, ഞാനിപ്പോൾ ചെയ്യുന്നത് അച്ഛൻ എന്തുകൊണ്ട് ആ കാലത്ത് ചെയ്തില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചോദിക്കാറുണ്ട്? ചോദിക്കാറുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ അച്ഛൻ ചെയ്ത മാതിരി എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതും ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷെ കാലം ഇപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ അന്നും ഇന്നും ഒക്കെ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ദ്രൻ ചേട്ടനെ പോലുള്ള ഒരാൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവുമായിരിക്കും. അന്നത്തെ കാലം വേറെ, ഇന്നത്തെ കാലം വേറെ. ഇന്നുണ്ടാക്കുന്ന സിനിമ വേറെ, അന്നത്തെ സിനിമ വേറെ, പശ്ചാത്തലങ്ങൾ വേറെ, ക്യാരക്ടർ. നമ്മൾ ആസ് ഹ്യൂമൻസ് ഓൾസോ നമ്മൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുമുള്ളത് എല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മാറ്റങ്ങൾ നമ്മുടെ കഥയിലും സിനിമയിലും ഒക്കെ വരുന്നുണ്ട്. സോ അങ്ങനത്തെ ഡിഫറൻസസ് ഡെഫിനറ്റ്ലി ഞാൻ അച്ഛനായിട്ട് എപ്പോഴും റിലേറ്റ് ചെയ്യും. അച്ഛനുള്ള കാലത്ത് അച്ഛൻ ചെയ്തിരുന്ന സിനിമകൾ അങ്ങനത്തെ ഇതിൽ ഭയങ്കര അത് ഇൻഫ്ലുവൻഷ്യൽ ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ബിക്കോസ് അച്ഛൻ ഞാൻ അങ്ങനെ ചിന്തിക്കും. അതെ, കുറെ മുമ്പൊക്കെ നമ്മൾ സിനിമയെ പോലെ തന്നെ സിനിമയെ ഞെട്ടിക്കുന്ന നാടകങ്ങളുടെ ഒരു വിഷയമൊക്കെ ഭയങ്കര തിളങ്ങി നിന്നാണ്. അവർ ഭയങ്കര ഇലക്ട്രോ പോലത്തെ ബൈബിൾ ഭയങ്കര ചരിത്ര നാടകങ്ങളൊക്കെ കളിച്ച് ഞെട്ടിക്കും. അങ്ങനെ നല്ല സുന്ദരനല്ലേ, ഭയങ്കരമായിട്ട് അന്ന് തിളങ്ങിയ ആൾക്കാരാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഡ്രാമയാണ് അവർക്ക് സുഖം, തൃപ്തി. അതാ ഇപ്പോഴും അങ്ങനെ അത് തന്നെ സംഘടിപ്പിക്കും. നാടകം കഴിഞ്ഞിട്ട് അച്ഛൻ സിനിമ എന്നുള്ളത് ചിന്തിക്കുന്നത് തന്നെ ഉള്ളൂ. അതാണ് വൺ ഓഫ് ദ തിങ്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ ഒരിക്കലും അഭിനയം അച്ഛൻ ഒരിക്കലും പൈസ തരുന്ന ഒരു ജോലിയായിരുന്നില്ല. അച്ഛൻ പൈസ ചോദിച്ചിട്ടേ ഉണ്ടാവില്ല എന്നെനിക്ക് തോന്നുന്നത്. അത് ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ടായിരിക്കും അച്ഛൻ ചിലപ്പോൾ അച്ഛൻ ശമ്പളം മര്യാദയ്ക്ക് പറയാ എന്നുള്ളത്. അങ്ങനെ പോലും അച്ഛൻ തീരെ അത് സെക്കൻഡറി ആയിരുന്നു. പക്ഷെ ഞാനൊക്കെ സിനിമ എടുക്കുമ്പോൾ ഇല്ല, നമ്മുടെ ശമ്പളം സംസാരിക്കുക എന്നുള്ളത് അതൊരു പാട്ടായി മാറിയല്ലോ. അത് ഫസ്റ്റ് കഥ കേൾക്കാം, ഓക്കെ ശമ്പളം സംസാരിക്കുക, ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെയാണല്ലോ ഒരു യൂഷ്വൽ രീതി. ആ യൂഷ്വൽ രീതി അച്ഛനില്ല. അതെ, അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ചിലപ്പോൾ ക്യാരക്ടറിനെ കുറിച്ച് ഒന്നും ചോദിക്കില്ല, അങ്ങനെ പോവും ജസ്റ്റ് ഫോർ ദ ലവ് ഓഫ് ഇറ്റ്. അത്രയും ഡെഡിക്കേറ്റഡ്, അത്രയും ആത്മാർത്ഥത ഒന്നും ഉണ്ട്. എനിക്ക് മൈ വേ ഓഫ് ഡെഡിക്കേഷൻ ഇസ് ഡിഫറെന്റ് എന്ന് എനിക്ക് തോന്നുന്നു. അതെന്താ അങ്ങനെ? ഇത് രണ്ട് തരത്തിലും ചിന്തിക്കുന്ന ആൾക്കാരാ. അപ്പോൾ ഇന്ദ്രൻ ചേട്ടാ, നമ്മൾ ഇപ്പോൾ എൻ്റെയും മേ ബി ലിയോണൊക്കെയും കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെയൊക്കെ ബാല്യകാലത്ത് ഒരുപാട് ഞങ്ങളെ ചിരിപ്പിച്ച, സന്തോഷിപ്പിച്ച ഒരാളാണ് ഇന്ദ്രൻ ചേട്ടൻ. ഇപ്പോഴും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇന്ദ്രൻ ചേട്ടൻ. അപ്പോൾ നമ്മളിപ്പോൾ മുമ്പ് ചെയ്തിരുന്ന ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഈ പറയുന്ന കോമഡി ക്യാരക്ടേഴ്സാണ്. ഓഫ് കോഴ്സ് അതിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ചർച്ച വരുന്നുണ്ടെങ്കിൽ പോലും. പക്ഷേ ഇപ്പോഴേ കുറേ സീരിയസ് റോളുകൾ ചെയ്തു. ഓഫ് കോഴ്സ് അത് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. എങ്കിലും പഴയ ഒരു ഇന്ദ്രൻ ചേട്ടനെ മിസ് ചെയ്യുന്നുണ്ടോ ചേട്ടന്? ഉണ്ട്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒന്നും വരണില്ല. സ്ക്രിപ്റ്റും അങ്ങനത്തെ സന്ദർഭം വരണില്ല. അങ്ങനെ നമുക്ക് തുള്ളിച്ചാടി നടക്കാം. അതെ അതെ, നമ്മൾ ഈ സൈഡ് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു ബാല്യത്തെ കളർഫുൾ ആക്കി നമ്മൾ കളിക്കാനൊക്കെ പോകുന്ന പോലെ, കൂടെ കളിക്കാൻ ആളെ നോക്കിയിരിക്കുന്ന പോലെയാണ്.
കൂടെ കളിച്ചവരൊക്കെ പലരും എല്ലാവരും സീരിയസ് ആയി. അല്ല, നമ്മുടെ കൂടെ മുമ്പ് ഉണ്ടായിരുന്ന ആളുകളില്ലേ, അതിലും പലതും ഇല്ലാതാണ്. ഹനീഫ് കെ പോലെയുള്ള ആളുകൾ, അദ്ദേഹമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഹനീഫ് കെ പറ്റിയൊക്കെ ഓർക്കുമ്പോൾ? എന്താ ഓർമ്മ? എനിക്ക് കോമഡി ചേരില്ല അങ്ങനെ ഷെയ്ഫിന്, എന്നാലും അങ്ങനെ ഭയങ്കരമായിട്ട് അതിനെ ഡെവലപ്പ് ചെയ്തെടുത്ത ആളാണ്. ഞാൻ പറഞ്ഞത് തമിഴ് പടമൊക്കെ ഡയറക്റ്റ് ചെയ്യുകയും അഭിനയിക്കുകയൊക്കെ ചെയ്ത് ഭയങ്കര മമ്മൂട്ടി മോഹൻലാലിൻ്റെ കൂടെ നിറഞ്ഞിരുന്ന ഒരാളല്ലേ. അതിനിടയ്ക്ക് ഞാൻ രക്ഷപ്പെട്ടത് എൻ്റെ കോലം വെച്ചിട്ടാണ്. അങ്ങനെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നിട്ട് അങ്ങനെ ഭയങ്കര കോമഡി ഭയങ്കര നന്നായിട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടുകെട്ടുണ്ട് അശോകനും ഇദ്ദേഹവും ഒക്കെ ചേർന്നുള്ളൊരു. അതെ അതെ, ഭയങ്കര വളരെ ഉത്സാഹിച്ച് നിൽക്കുന്ന ഒരാളായിരുന്നു. നമുക്കത് മിസ്സാകുന്നുണ്ടല്ലോ ശരിക്കും. അല്ല, ലിയോണക്കൊക്കെ എങ്ങനെയാ ചേട്ടൻ്റെ ഒരു ഇപ്പം നമ്മൾ ഓഫ് കോഴ്സ് നമ്മളത് കണ്ടു വളർന്ന ആളുകൾ, ചേട്ടനായിട്ടുള്ള ഒരു അഭിനയമൊക്കെ എങ്ങനെയായിരുന്നു ഇപ്പോൾ കനകരാജ്യത്തിൽ വരുമ്പോൾ? നമ്മളങ്ങനെ കോമ്പിനേഷൻ അഭിനയിച്ചിട്ടില്ല, ഒരുമിച്ച് അങ്ങനെ അഭിനയിച്ചിട്ടില്ല. പക്ഷേ എപ്പോഴോ ഒരു ക്ലൈമാക്സിൽ ചിലപ്പം ഇവരായിട്ട് ദൂരെ ഒന്ന് കാണുന്ന ഒരു നോട്ടം മാത്രമുള്ള ഞങ്ങൾ. ഓക്കെ, ഇപ്പോൾ അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ പറയുക, ഇന്ദ്രൻ ചേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ശരിക്കും മണിയാശാനായിട്ടുള്ള ഇൻ്റർവ്യൂ. ചേട്ടൻ പറയുമ്പോൾ തന്നെ ശരി വരുന്നുണ്ടാവും. അതെങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയാണ് മണിയാശാനൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ വരിക? എനിക്കൊരു ഇങ്ങനെ മറ്റേ ക്യാരക്ടറൊക്കെ ചെയ്തിരിക്കുമല്ലോ നമ്മുടെ ആടിൽ. അപ്പോൾ അതൊക്കെ ഇയാൾ കണ്ടായപ്പോഴും ഇടിവരുമോന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ആൾ ഭയങ്കര സ്ട്രെയിറ്റാണ്, എന്തിനും നേരിട്ട് മറുപടി പറയുകയും അതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ക്യാരക്ടറാണ്. വളരെ നാട്ടുമ്പുറത്തുള്ള ശുദ്ധനാണെന്ന് കേട്ടിട്ടുണ്ട്. എങ്കിലും അവിടെ എനിക്കൊരു സ്വീകരണം, ഈ പടത്തിന് ശേഷം ഒരു പത്രക്കാർ തിരുവനന്തപുരത്തുള്ള കുറേ മീഡിയക്കാരുടെയൊക്കെ ഒരു സംഘടന ഉണ്ടായിരുന്നു, കട്ടപ്പന. അവിടെ അവരുടെ ഒരു ക്ലബ്ബ് എനിക്ക് അവാർഡ് തരുന്നു. അതുകൊണ്ട് സമയമൊക്കെ അടുത്ത് വന്നപ്പോഴാണ് നോട്ടീസൊക്കെ എത്തിച്ചപ്പോഴത്തേക്ക് സമ്മാനം തരുന്നത് മണിയാശാനാണ്. ഞാൻ കിടുങ്ങിപ്പോയി. അയ്യോ എന്തോ ആവോ എന്തോ, 4 ആൾക്കാരൊക്കെ നോക്കി നിൽക്കുമ്പോൾ ഇളവനും പറയുമെന്ന് വിചാരിച്ചു. അപ്പോൾ ദൂരത്തെ കെട്ടപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കുറേ നേരം നോക്കി നിന്ന് അങ്ങനത്തൊക്കെ ആസ്വദിക്കുന്നുണ്ട്. പിന്നീട് ഞാൻ പറഞ്ഞു, എനിക്ക് പേടിച്ച ഊരാൻ വയ്യാഞ്ഞിട്ടുണ്ട് ഒക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഇത് വന്നപ്പോഴത്തേക്ക് ഇൻ്റർവ്യൂ അതുകൊണ്ടൊരു ഇഷ്ടം തോന്നിയിട്ടാണ്. പിന്നെ അതെന്തോ അന്ന് ദേശാഭിമാനിയത്ത് രാജീവ് മന്ത്രി ദേശാഭിമാനി, അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ടാണ് മണിയാശാനുമായിട്ടൊരു ഇൻ്റർവ്യൂ അന്ന് പറഞ്ഞ് ചെയ്തത്. ഒരുപാട് ആസ്വദിക്കാൻ പറ്റില്ല, അത് നല്ല രസമുണ്ടായിരുന്നത്. ഓക്കെ, കനകരാജ്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്തായിരുന്നു? ഇപ്പോൾ 2 ഇൻസിഡൻറ്റിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സിനിമയാണല്ലേ പറഞ്ഞത്? അത് ഒരു ഇൻസിഡൻറ്റ് അല്ല, 2 ഇൻസിഡൻറ്റിനെ ആസ്പദം, രണ്ടും റിയൽ ആയിട്ട് നടന്നതാണ്. ഇതിൻ്റെ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എവിടെയായിരുന്നു? കൊല്ലം. പ്രൊഡ്യൂസറുടെ നാട് തന്നെ, പ്രൊഡ്യൂസറുടെ നാട് തന്നെയായിരുന്നു കൊല്ലം. ഓക്കെ, ഇപ്പോൾ സാഗർ എന്ന് പറയുന്ന സംവിധായകൻ, ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അദ്ദേഹമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു, കംഫർട്ടബിൾ ആയിരുന്നു. അങ്ങനെ ബഹളങ്ങളില്ലാത്ത സെറ്റ്. എന്ത് തരം ഡയറക്ടറാണ്? ഞാൻ അങ്ങനെ ഭയങ്കര പക്വതയുള്ള ആളെ പോലെയാണ്. അധികം ബഹളോ ഒട്ടകാസമൊന്നുമില്ല, പണി അറിയാവുന്ന പോലെയാണ്. എനിക്ക് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ടായിരിക്കും. ഞാൻ ആദ്യത്തെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതൊരു ഗസ്റ്റ് ക്യാരക്ടർ ചെയ്യാൻ പോയതാണ്. പക്ഷെ അന്ന് എനിക്ക് പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് തീർത്തുവിടുകയും കൺഫ്യൂഷനൊന്നും ഇല്ലാതെ ഷോട്ട് വയ്ക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു. പുതിയൊരു പയ്യനാണെന്ന് തോന്നുകയില്ല അങ്ങനെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അടുത്തൊരു പടത്തിനൊന്നും വിളിച്ചു പോകാൻ പറ്റില്ല. പിന്നെയാണ് ഈ കനകരാജ്യത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ എനിക്കത് വലിയ വിശ്വാസമുള്ള കാര്യമായിരുന്നു. ഇത്തിരി എഴുത്തും വായനയൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ടും ആരും കൂടെ ഒത്തിരി വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആൾ. ഇപ്പോൾ പുതിയ ആളുകളെ കാര്യം പറഞ്ഞപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു ഏതെങ്കിലും ഒരു ആസ്പെക്റ്റിലെങ്കിലും ഗുരുത്വം ചെറിയ രീതിയിലെങ്കിലും കുറവുണ്ട് ചിലർക്കെങ്കിലും. അതെന്താ ചേട്ടാ അങ്ങനെ തോന്നാൻ? അത് ചിലപ്പോൾ കുട്ടികളിലല്ല കണ്ടിട്ടുള്ളത്, അത് ഇത്തിരി മുതിർന്നവരിലാണ്. അത് ഇവരോടൊത്ത് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പുണ്ടല്ലോ. ചുമ്മാ തൊപ്പിയൊക്കെ വെച്ച് നിക്കറൊക്കെ ഇട്ട് മുതിർന്നവർ നടക്കും. അപ്പം നമ്മളെ ഗംഭീര സബ്ജക്റ്റൊക്കെ കൊണ്ട് കാണിച്ചിട്ട് നമുക്ക് ഇപ്പോഴത്തെ രീതിയിലെന്നൊക്കെ പറയും. ചെന്ന് കഴിയുമ്പോൾ എൻ്റെ ദുരന്തം നിങ്ങളൊക്കെ വന്ന സ്ഥലത്തൊക്കെ ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളൂ, പേര് പറയണില്ലെന്നേ ഉള്ളൂ. അത് നമുക്കൊരു 10-25 ദിവസം 30 ദിവസം ഡേറ്റ് ആണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്. ഓരോ ദിവസവും അതിങ്ങനെ നമ്മൾ സ്വപ്നം കണ്ട് വന്ന ഒരു സിനിമ താഴോട്ട് ചിത്രീകരിച്ചുകൊണ്ട് പോകണം. അതുകൊണ്ട് പറഞ്ഞ അങ്ങനെ അതൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ്. കൂടെ ഒരു അസിസ്റ്റന്റ് നല്ലത് വെക്കത്തില്ല, വെച്ചാൽ തന്നെ അവൻ പറഞ്ഞത് സ്വീകരിക്കത്തില്ല. ഫൈറ്റ് മാർഷാ പോന്നാൽ പോലും അയക്ക് മൈക്ക് കൊടുക്കൂല. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാ. അത് ഇവരെ പോലെ ആവാൻ, ഇപ്പോഴത്തെ കുട്ടികളെ പോലെ ആവാൻ വേണ്ടി ശ്രമിക്കുന്നതാ. അവനും ബുദ്ധിയുണ്ട്. ഓക്കെ,
ഇപ്പോൾ ലിയോണ, ഇപ്പോൾ നമ്മൾ ഒരുപാട് സിനിമകൾ പുതുതായിട്ട് വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒരു ന്യൂ കമ്മർ എന്ന നിലയിൽ, ന്യൂ കമ്മർ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ പുതിയ പുതിയ സിനിമകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു നടി എന്ന നിലയിൽ നമ്മളിപ്പോൾ ഒരു എന്ത് ടൈപ്പ് ഓഫ് സിനിമസ് ചെയ്യാനാണ് ശരിക്കും ഇഷ്ടം അല്ലെങ്കിൽ ആഗ്രഹം? എന്ത് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, എല്ലാം ചെയ്യണം എന്നാ. എല്ലാം മാക്സിമം നമുക്ക് എല്ലാത്തിനും ഇപ്പം ഈ ഒരേ ക്യാരക്ടർ തന്നെ 2 പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 2ാമത്തെ പ്രാവശ്യം ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായിരിക്കും ചിലപ്പോൾ എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ഇരിക്കുമ്പോൾ ഈ ഒരു ദിവസം എനിക്ക് അന്വേഷണം എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്ത ക്യാരക്ടർ ആണെങ്കിൽ ദ വേ ഐ വുഡ് പോർട്രേ ദാറ്റ് വുഡ് ബി വെരി ഡിഫറെൻറ്റ്. അതിനെ കുറച്ചും കൂടി നമുക്ക് അങ്ങനെ തോന്നുമല്ലോ, നമുക്ക് ആ ആക്രാന്തം ഉണ്ടല്ലോ, ഇതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നത്. അപ്പോൾ എല്ലാ തരം ക്യാരക്ടേഴ്സും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു ബി ലൈക്ക് ഇത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇത് മാത്രമേ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഡൂയിങ് ഓൺലി ഇങ്ങനത്തെ പെർട്ടിക്കുലർ നന്മ നിറഞ്ഞ ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ നായിക കഥാപാത്രങ്ങൾ, പ്രണയം, നായികൻ്റെ ലവ് ഇൻട്രസ്റ്റ്, അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നു ഫ്രം ദ ബിഗിനിങ് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം, അഭിനയം പഠിക്കണം, ഇത് കൂടുതലായിട്ട് ഇത് എന്താ ഈ പരിപാടി എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ദ ത്രിൽ ഓഫ് ഇറ്റ്, വൺസ് യു ഗെറ്റ് ദ ത്രിൽ ഓഫ് ഇറ്റ്, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ എനിക്ക് എല്ലാം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, ഇപ്പോൾ ലിയോണെ പറ്റിയൊക്കെ പറയാനുള്ള ചേട്ടാ, നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ലിയോണൊക്കെ അറിയുമെന്ന് അറിയില്ല, മേ ബി കുറേ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ടാവും. ഒരുപാട് ആളുകളുടെ ക്രഷാണ്. കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടില്ല. നമ്മളിതൊക്കെ വിശ്വസിച്ച് വിട്ടേക്കുമല്ലേ, ഇങ്ങനെയൊക്കെയുള്ള പേരദോഷമുള്ളത് നമ്മൾ അറിയുന്നില്ലല്ലോ. എന്തായിരുന്നു ചോദ്യം? ചോദ്യത്തിലേക്ക് എത്തിയിട്ടില്ല. അത്തരത്തിലുള്ള മെസ്സേജസ് ഒക്കെ വരാറുണ്ടോ? അയ്യോ, ഞാനിപ്പോ ഇൻസ്റ്റാ ഡിലീറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ പോസ്റ്റ് ചെയ്യും. പൊതുവേ കുറവാണ് മെസ്സേജസ് നോക്കൽ. ഇപ്പോൾ കുറച്ച് നാളായിട്ട്, കുറച്ച് മാസങ്ങളായിട്ട് വളരെ കുറവാണ്. അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ നോക്കുമല്ലോ, ഇന്ന് ഒരു പണിയില്ല, മെസ്സേജ് നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കുമ്പോൾ കാണാറുണ്ട് എന്തെങ്കിലുമൊക്കെ റാൻഡമായിട്ട്. നമ്മളിങ്ങനെ വിചാരിക്കും എന്ത് ഇവർക്കൊക്കെ എന്താ പ്രശ്നം, അങ്ങനെ തോന്നുന്ന കുറെ മെസ്സേജ്. എരിയും പുളിയൊക്കെ ഉള്ളത് അല്ലേ എങ്കിലും അതിനൊരു രസമുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ എല്ലാവരും ചെയ്യാൻ പോണ പോലെ ആയിരിക്കും. അതെ. അല്ല, ഇതിലിപ്പോൾ ഈ ഇത്തരത്തിലുള്ള മെസ്സേജസിലൊക്കെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ലൈക്ക് പ്രപ്പോസൽസ് ഒക്കെ, മാരേജ് പ്രപ്പോസൽസ് എങ്ങനെയാണ്? ലൈക്ക് ആ എഴുത്തൊക്കെ എന്നെ എന്താ പറഞ്ഞിട്ടാന്ന് എനിക്ക് അറിയില്ല. ലിയോണയാണ് എൻ്റെ സങ്കല്പത്തിലുള്ള സ്ത്രീ. എങ്ങനെ കാണാൻ മാത്രമാണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒന്നും അറിയണ്ടേ കല്യാണം കഴിക്കാൻ, ഒന്നും എന്നെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമ്മുടെ കനകരാജ് നമ്മൾ മെസ്സേജ് റിപ്ലൈ ചെയ്യാത്തവര് കുറെ പേരുണ്ട്. പക്ഷെ മെസ്സേജിൽ കിടക്കുന്നുണ്ടാവും, എന്നങ്ങാണ്ട് ചിലപ്പോൾ ഒരു താങ്ക് യു അടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്മൈലി ഇട്ടിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ കുറെ കാലങ്ങളായിട്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഡെയിലി അല്ലെങ്കിൽ എല്ലാ സ്റ്റോറീസിനും റിപ്ലൈ ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഐ ഫീൽ ലൈക്ക് വൈ, ഐ ഫീൽ ബാഡ് ഫോർ ദം. എന്തിനാ അങ്ങനെ ചെയ്യണേ എന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. എന്താ അവരോടൊക്കെ പറയാനുള്ളത്? ചേട്ടാ ശരിക്കും വേറെ പണിയില്ല, അങ്ങനെ കൊറേ ഇത്ര അധികം സമയമുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കാൻ? അല്ലെങ്കിൽ അത്രയും ഇഷ്ടം പറയാൻ പറ്റില്ലല്ലേ? ഒരുപാട് ജീവിതത്തിൽ ലൈഫിനെ കുറിച്ച് വലിയ ചിന്തയൊന്നും ഇല്ലാത്തവരുണ്ടാവും, ഒന്നും ശാശ്വതമാവണമെന്നൊന്നും. എന്നെ കുറിച്ചല്ലല്ലോ അത്. അല്ല, ഞാൻ പറയുന്ന ഈ ചെയ്യുന്നവർക്ക് പലരും അങ്ങനെയുണ്ട്. പിന്നെ ഇതൊക്കെ ആലോചിച്ച് വരുമ്പോഴത്തേക്ക് സമയമൊക്കെ കഴിഞ്ഞു പോകില്ലേ? അതെ. ചേട്ടാ, അതുപോലെ ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേട്ടനൊപ്പം അഭിനയിച്ച കുറേ ആളുകളുണ്ട്, മറഞ്ഞു പോയവരുണ്ട്, ഇപ്പോഴുള്ളവരുണ്ട്, ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തവരുണ്ട്. ഇപ്പോൾ ഇവരെയൊക്കെ പറ്റിയൊക്കെ ആദ്യം ഓർക്കുമ്പോൾ ചേട്ടന് ഏറ്റവും ഈഴ ചേർന്ന് അഭിനയിക്കാൻ പറ്റുന്ന, കുറച്ചുകൂടെ സ്ക്രീനിൽ നന്നായിരിക്കും എൻ്റെ ഒപ്പം ഇദ്ദേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടും, അങ്ങനെയുള്ള ആളുകൾ ആരൊക്കെയാണ്? അത് അങ്ങനത്തെ ഒരു കൂട്ടു കഥാപാത്രങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമ്മൾ അവരെ ചിന്തിച്ചു പോകുന്നത്. അത് വളരെ അപൂർവമാണ്, ഇന്ന് സംഭവിക്കുന്നില്ല അങ്ങനെ.
അത് കാരണം അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് വരും, അയ്യോ അത് ആ ആളായിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു എന്നൊക്കെ നമുക്കറിയാം, കൗണ്ടർ എന്ത് വരുമെന്ന്. അങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഞാൻ നന്നായി പോകും. ചിലപ്പോഴും നമ്മൾ അവിടേക്ക് എത്തിയിട്ടേ അയാളാണെങ്കിൽ ഇങ്ങനെ ചോദിച്ച് ഞാൻ ഈ മറുപടി പറയുമായിരുന്നു എന്ന് പറയില്ലേ. അങ്ങനെ ചിന്തിച്ചിട്ടൊക്കെ ചിലതും പലതും ഡെവലപ്പ് ചെയ്യാറ്. നമുക്ക് ഇന്ദ്രൻ ചേട്ടാ ഒരുപാട് കഥകൾ നമ്മളോട് പറയില്ലേ ഇതിൻ്റെ മേക്കേഴ്സ്. അപ്പോൾ ഈ സമയത്ത് പലതരം നമുക്ക് പരിചയമുള്ള കഥാപാത്രങ്ങൾ ചെയ്യേണ്ടി വരും, നമുക്ക് പരിചയമില്ലാത്ത കഥാപാത്രങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ പൊതുവിൽ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് സിനിമയിൽ അല്ലെങ്കിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ അഭിനേത്രിയൊക്കെ നടനാണെങ്കിലും നടിയാണെങ്കിലും ഒക്കെ നമ്മുടെ മുന്നിൽ വരുന്ന ആളുകളെ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്, അവരെ ഒബ്സർവ് ചെയ്ത് അവരെ നിരീക്ഷിച്ച് അവരുടെ ഒരു എന്താണ് അവരുടെ ക്യാരക്ടർ അവരെങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? നമുക്കിപ്പോൾ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യേണ്ടി വരുമല്ലോ, അപ്പോൾ എങ്ങനെയാണ് ഇതിനെ ഒന്ന് പുൾ ഓഫ് ചെയ്യുക? നമ്മൾ എങ്ങനെയാണ് ഇതിനെ എടുക്കുക? അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടർ, അവരുടെ സ്വഭാവം, മാനറിസം ഒക്കെ. ഞാൻ ഈ ചലനങ്ങളൊക്കെ ശ്രദ്ധിക്കും, അതാ ഞാൻ ചോദിച്ചത്. അല്ലാതെ ഒരു വ്യക്തിയെ പിടിക്കാൻ പറ്റില്ല. അവിടെയൊക്കെ നമ്മൾ തോറ്റുപോകും. അല്ലാതെ ചില പ്രത്യേകതകളൊക്കെ തോന്നുന്നവർ അവരെ നോക്കി വയ്ക്കും. അല്ല ഈ ഹോമിലെ അച്ഛനൊക്കെ ചെയ്തപ്പോൾ ഹോമിലെ അച്ഛനൊക്കെ ശരിക്കും അദ്ദേഹം പറഞ്ഞു തന്നത് തന്നെ. പിന്നെ ഞാൻ ഏച്ചു കിട്ടൊന്നും വേണ്ടി വന്നില്ല. നമ്മളത് തന്നെ ഒരു ലൈനിൽ ഒരു പ്രത്യേകിച്ച് ഒന്നും പിടിക്കണ്ട, പ്ലെയിനാണ് നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സബ്ജക്റ്റ് വൈസ് അത് തന്നെ, നമ്മളൊന്നും ചെയ്യാണ്ട് മര്യാദയ്ക്ക് പ്രസൻറ്റ് ചെയ്താൽ മതി എന്നുള്ള തെളിഞ്ഞ ഒരു സ്ക്രിപ്റ്റാണ്. അതിൽ വേറെ പ്രത്യേകിച്ച് ആരെയും അങ്ങനെ കടമെടുക്കേണ്ടി വന്നില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മളായിട്ട് സംഭാവന ചെയ്യാറുണ്ടോ ക്യാരക്ടേഴ്സിന്? ഇതിനല്ല വേറെ ഏതെങ്കിലും? ഇല്ല, അപ്പോൾ അനുസരിക്കുക മാത്രം തന്നെയുള്ളൂ. ഡയറക്ടേഴ്സ് ആക്ടറാണ്. അവർ വളരെ പ്ലാൻഡായിട്ട് എത്രയോ നാളുകൊണ്ട് ഇടാണ് അവരെ മനസ്സിലുള്ള. അപ്പം നമ്മൾ ഒരു നിമിഷം ചെന്ന് കയറിയിട്ട് അതിനെ തകർത്ത് കളയുക എന്നുള്ളതിനേക്കാളും നന്നാവുന്നത് അവർക്ക് വശമതരാവുക. ഓക്കെ. ലിയോണ എങ്ങനെയാണ് ഈ ഇത് ഓരോ ഡയറക്ടറിനനുസരിച്ച് ഇരിക്കും തോന്നുന്നു. നമുക്ക് ഡിഫറെൻറ്റ് ഡയറക്ടേഴ്സ് ഹാവ് ഡിഫറെൻറ്റ് വേ ഓഫ് ഈ ഫിലിം മേക്കിംഗ്. അപ്പോൾ ചിലർക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവും വാട്ട് യു ഹാവ് ടു ഡു. അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ട് ചിലർ എനിക്കറിയാം കൈ എവിടെ വെക്കണ്ടേ, അങ്ങനെ ലുക്ക് എവിടെയായിരിക്കണം, അങ്ങനത്തെ ഇതിൽ വരെ റെസ്ട്രിക്റ്റ് ചെയ്ത്. പക്ഷെ അതെനിക്ക് കുറച്ച് റെസ്ട്രിക്ഷൻ ആണ്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഡയറക്ടർക്ക് എന്താ വേണ്ടേ എന്നുള്ളത് ചെയ്യാനാണ് നമ്മുടെ പണി. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലർ ഗിവ് യു മറ്റേ നമുക്ക് ഫുൾ ഫ്രീഡം തരും. ഈ ക്യാരക്ടർ നിൻ്റെ കൂടി റെസ്പോൺസിബിലിറ്റി ആണ്, യു ഫിഗർ ഔട്ട് വാട്ട് ദിസ് ക്യാരക്ടർ ഇസ്. ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇവരുടെ ഒരു പരിപാടികൾ, ബാക്കി ചെയ്തോ, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പറയാം എന്നുള്ളത്. അത് വേറെ തരത്തിൽ ചെയ്യുമ്പോൾ. പക്ഷെ ഇതിൽ എല്ലാത്തിലും നമുക്ക് ക്യാരക്ടർ എത്രത്തോളം നമുക്ക് പിടികിട്ടുന്നു എന്നുള്ളത്, എന്നാലേ നമുക്ക് ജെന്യുവൻ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു തന്നാലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ ക്യാരക്ടറും നമ്മളും തമ്മിലൊരു എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ആ ഒരു സാധനം കിട്ടണം. അല്ലെങ്കിൽ അതിന് ചിലപ്പോൾ കുറേ സമയമെടുക്കും. ചില ക്യാരക്ടർ കോംപ്ലക്സ് എന്താണ് പിടികിട്ടുന്നില്ല, എന്ത് ചെയ്തിട്ടും ഇറ്റ് ഫീൽസ് ലൈക്ക് ഫേക്കിംഗ് എന്ന് തോന്നും. നമ്മൾ എന്തൊക്കെ ട്രൈ ചെയ്തിട്ടും അതങ്ങ് ഇല്ല, എനിക്കതൊരു ജെന്യുവൻ ആയിട്ട് തോന്നുന്നില്ല. അതാണെങ്കിൽ മുഖത്ത് കറക്റ്റായിട്ട് കാണുകയും ചെയ്തു ജെന്യുവൻ ആയിട്ടൊന്നുമല്ല ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് യു നീഡ് ലൈക്ക് സമ്മൺ ടു ടോക്ക് ടു. എന്താണ് ഈ ക്യാരക്ടർ, എന്താണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ, ഇവർക്ക് ഇങ്ങനെയായിരിക്കും, ഇവർക്ക് ദേഷ്യം വന്നാൽ ഇങ്ങനെയായിരിക്കും, ഇവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇതായിരിക്കും, അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമുള്ള കളർ ഇതായിരിക്കും. ജനറൽ ഇതൊന്നും ചിലപ്പോൾ സിനിമയിൽ കാണിക്കുന്ന കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല. ജസ്റ്റ് ജനറൽ യു ഷുഡ് ഹാവ് എ ബാക്ക് സ്റ്റോറി, വൈ ഇസ് ദിസ് ക്യാരക്ടർ ലൈക്ക് ദിസ് എന്നുള്ളത്. ആ ഒരു പ്രോസസ്സ് എനിക്ക് തോന്നുന്നു. ഞാൻ തിയേറ്റർ ചെയ്തപ്പോൾ, നാടകം ചെയ്ത സമയത്ത് ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. അതിലെനിക്ക് 12 ദിവസം കൊണ്ട് ഐ ഹാഡ് ടു ക്രാക്ക് ദാറ്റ് ക്യാരക്ടർ. അപ്പോൾ 12 ദിവസം റിഹേഴ്സൽ ശരിക്കും വളരെ കുറവാണ്. പക്ഷെ അവർ ഓൾറെഡി ചെയ്ത് വെച്ചിരുന്ന ഒരു ക്യാരക്ടറിന് റീപ്ലേസ് ചെയ്തതാണ് ഞാൻ. അപ്പോൾ എനിക്ക് അത്ര സമയം ഉള്ളൂ. അത് കാരണം ദർ ആർ സർട്ടൻ തിങ്സ് ദാറ്റ് ദേ മെയ്ഡ് മീ ഡു. അതിൽ ഈ ഒരു സാധനം ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോസസ്സായിരുന്നു. വേറെ നമ്മൾ തന്നെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാക്കി, ഇവരിതായിരുന്നു, ഇപ്പോൾ ഇതാണ് ഇവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇരുത്തിച്ച് ക്യാരക്ടറായിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട്, ക്രൂലുള്ള എല്ലാവരും കൂടി ഇരുന്നിട്ട് നമ്മുടെ അടുത്ത് ആസ് ദിസ് ക്യാരക്ടർ ഐ എം ടോക്കിംഗ് ബാക്ക്. അപ്പോൾ അവരെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഞാൻ ആ ക്യാരക്ടറായിട്ട് തിരിച്ച് പറയും. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ യു ഗെറ്റ് എ ലോട്ട് ഓഫ് തിങ്സ്.
നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല, അതിനപ്പുറത്തേക്ക് നമ്മൾ എന്തൊക്കെയോ ഈ ക്യാരക്ടറിനെ കുറിച്ച് ധരിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ദെൻ വി ക്യാൻ ഹാവ് എ ഡിസ്കഷൻ. ഈ ക്യാരക്ടർ ഇങ്ങനെയായിരിക്കും, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്, ഇങ്ങനെയാവുമെന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഡയറക്ടറായിട്ട് യു ഹാവ് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി. അപ്പൊ അങ്ങനത്തെ പ്രോസസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു ക്യാരക്ടറിനെ നമ്മൾ എവിടെ നിന്നോ സ്റ്റാർട്ട് ചെയ്ത് എവിടേക്കോ എടുത്തുകൊണ്ട് പോകുന്ന ഒരു പരിപാടി. ഓക്കെ. ഇപ്പോൾ ഇന്ദ്രൻ ചേട്ടാ, നമ്മളിപ്പോൾ അന്വേഷിപ്പിൻ കണ്ടതും കണ്ടു. അപ്പോൾ അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ്, വളരെ സീരിയസും പക്വതുമായ ഒരു കഥാപാത്രം. അതിന് മുമ്പായിട്ടും വില്ലൻ കഥാപാത്രങ്ങൾ പോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഇപ്പോൾ ചില ഭാവങ്ങൾ നമുക്ക് ഓക്കെ, ഈ ക്യാരക്ടർ, ഈ ഒരു ഭാവം എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റും, അങ്ങനെ ഉണ്ടോ? ഇപ്പോൾ തമാശയാണെങ്കിൽ അല്ലെങ്കിൽ സീരിയസ്, സങ്കടം, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ചേട്ടൻ ഏറ്റവും കംഫർട്ടായിട്ട് ഏറ്റവും ഇഷ്ടത്തോടെ ചേട്ടൻ ചെയ്യുന്നൊരു ഭാവം എന്തായിരിക്കും? അങ്ങനെ ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ മാറ്റി ചെയ്യാൻ കഴിയുകയാണെങ്കിൽ മാത്രമേ അവിടെ ഒരു അതെ ഒന്ന് നേരത്തെ തയ്യാറെടുത്ത് അങ്ങനെ ഇരിക്കും. ഇല്ലെങ്കിൽ പിന്നെ അന്നേരം കണ്ടാണ്. അല്ല, നമുക്ക് എന്നാലും ഇപ്പോൾ എനിക്ക് ദേഷ്യം കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാം, എനിക്ക് സങ്കടമാണെങ്കിൽ കുറച്ചുകൂടെ അങ്ങനെ തോന്നും. അല്ല, അത് അതിൻ്റെ കരുത്തനുസരിച്ച് കഥാപാത്രത്തിന് ഉൾക്കരുത്തില്ലെങ്കിൽ നമ്മൾ തോറ്റു പോകും, എന്ത് ചെയ്താലും തോറ്റു. അതാണപ്പോൾ ഓക്കെ. അപ്പോൾ ലിയോണയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഭാവങ്ങളാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്, മറ്റേതാണെങ്കിൽ കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി റിസ്ക് ആണ്, അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാൻ കൂടുതൽ ഈ പ്രണയിച്ച് നടക്കുന്ന സാധനമൊന്നും ചെയ്തിട്ടില്ല. ലൈക്ക് അങ്ങനെ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള പരിപാടികളുണ്ടല്ലോ, എനിക്കെല്ലാം കുറച്ച് ഇൻറ്റൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. ലൈറ്റായിട്ട് മറ്റേ പ്രേമിച്ച് പരഞ്ചുറ്റി പ്രേമം ആ പരിപാടിയൊക്കെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ അങ്ങനത്തെ ലൈറ്റ് സാധനങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് ക്യാരക്ടറൊന്നും പിടി കിട്ടിയിട്ടില്ലെങ്കിൽ ഇറ്റ് ഫീൽസ് ലൈക്ക് അയ്യേ ഞാനെന്താ ചെയ്യണേ, അങ്ങനെ ഭയങ്കര ഫേക്കായിട്ട് തോന്നാറുണ്ട്. പക്ഷെ അല്ലെങ്കിൽ ബേസിക്കലി ഇറ്റ്സ് അബൌട്ട് നമുക്ക് ആ ക്യാരക്ടറിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ്. ഓക്കെ. ഇപ്പോൾ എന്താ ചേട്ടാ, ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ചേട്ടനെ ഏറ്റവും സ്വാധീനിച്ചൊരു വ്യക്തിയെ പറയാൻ പറ്റുന്ന ആരായിരിക്കും അത്? അങ്ങനെ ഉണ്ടോ ഒരു വ്യക്തി? അമ്മ, ഭാര്യ, കുടുംബമാണ്. പിന്നെ അവരാണ് നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളത്. നമുക്ക് നമ്മൾ ഇറക്കി വിടുമ്പോഴും ചെന്ന് കയറുമ്പോഴും ഉള്ളൊരു സമാധാനമുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനം കാര്യങ്ങളൊക്കെ. അവിടെ സ്വസ്ഥതയില്ലെങ്കിൽ പിന്നെ പോയ വഴിക്കൊക്കെ അങ്ങനെ എങ്ങാനും. ഓക്കെ. നമ്മൾ ഈ കനകരാജ്യത്തെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ പറഞ്ഞു കേട്ടാണ്, ഒരു പട്ടാളക്കാരനാകാൻ ആഗ്രഹിച്ച ഒരാളാണ്, പിന്നീട് പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ട്. അപ്പോൾ അത് എന്താണ് ശരിക്കും സംഭവിക്കുന്നത് പട്ടാളക്കാരനാകാനായിട്ട്? അല്ല, സെക്യൂരിറ്റി ആയി നിൽക്കുമ്പോൾ അയാളുടെ മനസ്സിൽ ഞാൻ അവിടെ അതിർത്തിയിൽ കാവൽ നിൽക്കുന്നു എന്നുള്ളൊരു അഹങ്കാരമാണ്. അത് കഴിയാത്തത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തൃപ്തിപ്പെടുക എന്നുള്ള ചിട്ടയുള്ളൊരു ഒരു സെക്യൂരിറ്റിക്കാരനാണ്. അപ്പോൾ അതിൽ അയാളിലേക്ക് എന്തെങ്കിലും ഒരു കളങ്കം ചാർത്തപ്പോഴത്തേക്കുണ്ടാവുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അപ്പോൾ അതൊക്കെയാണ് എല്ലാവരും ഒഴിവാക്കി വിടുന്നതും സെക്യൂരിറ്റി നിർത്താൻ പോലും കൊള്ളൂല എന്നുള്ളൊരവസ്ഥയ്ക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു പക്ഷേ അതും ഈ ശാരീരികതയൊക്കെ വന്നേക്കാം. അതിലും ഇത്തിരി മിടുക്ക കുഴപ്പമില്ല, ആത്മാർത്ഥം ഉള്ളതുകൊണ്ടായിരിക്കും ജോലിക്ക് പിടിച്ചു നിർത്തുന്നത്. അവിടെ എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ പിന്നെ ആരും തുടരില്ലല്ലോ. അങ്ങനെയൊക്കെ വരുന്ന കുടുംബത്തിലുണ്ടാവുന്ന വിഷയം, അതിനിടയിൽ വരുന്ന പ്രശ്നങ്ങളാണ് സിനിമ സംസാരിക്കുന്നത്. ഇപ്പോൾ അതുപോലെ നമ്മൾ മുരളി സാറിനെ പറ്റി പറയുകയാണെങ്കിൽ പറയാതെ പോകാൻ പറ്റില്ല, നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുന്ന എമ്പുരാൻ എന്ന് പറഞ്ഞൊരു ചിത്രം. അതെ, അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ചർച്ചയോ മറ്റോ? ആൾക്കത് മീറ്റിംഗ് ആണ്, ആൾക്കതിനെ കുറിച്ച് പറയില്ല, ആള് പറയില്ല. പക്ഷെ നമുക്കറിയാം അത് എന്ത് വെറൈറ്റി ആയാലും ഒരു സീനായാലും ഒരു ഡയലോഗും നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു ഭാഷ കേൾക്കാം, ഒരു വിഷ്വല് കാണാം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് സമയമെടുത്താണ് പുള്ളി സ്ക്രിപ്റ്റ് ചെയ്യുന്നതായാലും അഭിനയിച്ചാലും ഒക്കെ അങ്ങനെയാണ്. അങ്ങനെ ഒരു ധൃതി പിടിക്കുന്ന ആളല്ല, അതിനുവേണ്ടി മാറി. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള അറിവുണ്ട് ആൾക്ക്. അതുകൊണ്ട് ആ സ്ക്രിപ്റ്റിലൊക്കെ അത്രയും ഉണ്ടാവും. നമുക്ക് എത്ര കാത്തിരിക്കാനും നമുക്ക് മടി തോന്നാത്തത്, കാത്തിരിക്കാൻ നമ്മൾ കാത്തിരിക്കുന്നത് അതിന് നമുക്ക് എന്തെങ്കിലും ഒരു സദ്യ തരാനുണ്ടാവും അതിലെന്നുള്ളത് കൊണ്ട് തന്നെ. അല്ല, അതിനെപ്പറ്റി എന്തെങ്കിലും സംസാരം ഉണ്ടായിട്ടുണ്ടോ ലൊക്കേഷനിലോ മറ്റോ? നമ്മുടെ കനകരാജ്യത്തിൽ ചോദിച്ചാലും അങ്ങനെ വിടുള്ളൂ, അധികം അങ്ങനെയും സംസാരിക്കുമൊന്നുമില്ല. ഓക്കെ. ഇപ്പോൾ നമ്മുടെ ഒരു വീക്ക്നെസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ സ്വഭാവങ്ങളിൽ നമുക്കൊരു ബലഹീനത ഉണ്ടാവില്ലേ? അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ലിയോണയുടെ ഒരു വീക്ക്നെസ് എന്തായിരിക്കും? അത് നേരത്തെ അറിഞ്ഞാൽ അതനുസരിച്ച്. അതെ അതെ, അച്ഛനമ്മയും അതൊരു വീക്ക്നെസ് ആയിക്കോട്ടെ. സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ സെയിം തന്നെയല്ലേ?
മേ ബി അത് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ആണ്. അത് സ്ട്രെങ്ത് ആയതുകൊണ്ട് ഒരു വീക്ക്നെസ്സും ആണ്. ഓ അതെ അതെ, അവര് പറഞ്ഞാൽ ചിലപ്പോ അല്ലെ ചില പറഞ്ഞാൽ ചിലപ്പോ അങ്ങനെയല്ല, സ്നേഹ കൂടുതൽ കാരണം ചിലപ്പോ വീക്ക്നെസ് ആവും. ഓക്കെ, സോ ചേട്ടൻ എങ്ങനെയാണ് അങ്ങനെ അഭിനയിക്കാനുള്ള കൊതി? ഓ ചേട്ടനെങ്കിലും അല്ലാതെ സത്യമായിട്ടും എന്തുണ്ടെങ്കിലും ഇട്ടിട്ട് നമ്മളതിന് പോകില്ലേ ഒരു കഥാപാത്രം വന്നാൽ. അതാണ്. ഇനി ഓണോ വിഷുവോ ക്രിസ്മസോ പെരുന്നാളോ ഇനി വീട്ടിലായത് ഇനി കല്യാണമോ എന്നാൽ പോലും ഞാൻ ഇട്ടിട്ട് പോകും. സിനിമയാണോ അല്ലേ? കല്യാണമാണെങ്കിലും ഇട്ടിട്ട് പോകും. അങ്ങനെ പോയിട്ടുണ്ട് ഞാൻ. എവിടെ? മോൻ്റെ കല്യാണത്തിനൊക്കെ ഞാൻ അവിടെ നിന്ന് വലിയ മുങ്ങിയിട്ടുണ്ട്. എന്നെ അവിടെ സ്വന്തം മോൻ തന്നെയാണ്. ഏത് സിനിമയായിരുന്നു അത്? കാരണം ഗൾഫിലായിരുന്നു ഒരു വർക്ക്, അപ്പോൾ അന്ന് പോയേ പറ്റുള്ളൂ. കല്യാണം കഴിഞ്ഞ് ചടങ്ങ് കഴിഞ്ഞിട്ട് തന്നെ ഞാൻ പിന്നെ അവിടെ നിന്ന് മുങ്ങി. പുതിയൊരു അറിവായിരുന്നു കേട്ടത്. ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കി എത്രത്തോളം പാഷനേറ്റ് ആണെന്നത്. അല്ല, അത് അപ്പോഴും ചെയ്തില്ല, അതങ്ങ് പോയേ. മോനും മരുമോളും ഒക്കെ പിന്നെ അല്ല നമ്മൾ ചടങ്ങിനുണ്ടല്ലോ അല്ലേ? പിന്നെ അതൊക്കെ ചെയ്തിട്ട് തന്നെ പിന്നെ അങ്ങോട്ട് ഉള്ള ആഘോഷം ഒരു ആസ്വദിക്കില്ല. അത് നമുക്കാണ് നഷ്ടം. അതെ അതെ, ദുഃഖം വേറെ ഒന്നും. എങ്കിൽ ആ പടം ചിലപ്പം അതിനേക്കാളും നമുക്ക് ഗുണം ചെയ്യുന്നതാവില്ലേ. നമ്മൾ പുതിയ ക്യാരക്ടേഴ്സ് ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും ഇത് ചെയ്യോ, അല്ലെങ്കിൽ ഇന്നത് വേണ്ട ഇന്നത് വേണം എന്നൊക്കെ എങ്ങനെ തീരും? ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെ അത് സെലക്ട് ചെയ്യുക? ചേട്ടൻ എങ്ങനെ ചെയ്യാം? വലിയ ബലം പിടിക്കുകയൊന്നുമില്ല. എല്ലാവരും വിളിച്ചാലും ഓർഡർ അനുസരിച്ച് ഞാൻ പോകും. പിന്നെ ചിലത് നന്നായിട്ട് കൊള്ളാലോ സാധനം തോന്നിയാൽ അത് നമ്മൾ ഉറക്കം കെടുത്തും. അപ്പം നമ്മൾ അതിന് വേണ്ടി ഒന്ന് തയ്യാറെടുക്കും. ഇതിനിടയ്ക്ക് ഒരു ചെറിയ വർക്ക് ഉണ്ടെങ്കിലും പോകത്തില്ല, അങ്ങനെയൊക്കെ തയ്യാറെടുക്കും. അതിൽ അങ്ങനെ ചെയ്ത പടങ്ങളൊക്കെ ഗുണം ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ അതിലൊന്നും ഒത്തിരി പടങ്ങൾ എല്ലാം ഈ പറഞ്ഞ ആളൊരുക്കമായാലും മറ്റു മൺറോത്തുരുത്ത് അങ്ങനെ കുറേ പടങ്ങൾ അങ്ങനത്തെ ഉണ്ട്. അതിലുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ നിൽക്കുക എന്നുള്ളതുണ്ട്. അല്ലാതെ ഒന്നിനും അങ്ങനെ തയ്യാറെടുക്കുകയൊന്നുമില്ല. ഈ തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ തയ്യാറെടുപ്പ് മനസ്സുകൊണ്ട് ഒരു പാകപ്പെടലുണ്ടല്ലോ ക്യാരക്ടറിലേക്കുള്ളൊരു. അതിനൊരു നമ്മളത് ചെയ്തു പോയ ക്യാരക്ടേഴ്സിൽ ഇപ്പോൾ ഹോമിലെ അച്ഛനെ പോലെയുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു മാനസികമായിട്ട് അത് അസ്വസ്ഥപ്പെടുത്തും. ആ താളം അങ്ങനെ നിൽക്കും, കുറച്ച് യാന്ത്രികമായിട്ട് ആ താളം നമ്മളെ കുറച്ച് ദിവസം കൂടെ നിൽക്കും. ആണോ? ആ ഡയലോഗിന്റെ രീതിയും ആണല്ലേ ചലനങ്ങളും ഒക്കെ അങ്ങനെ നിൽക്കും. അപ്പം നമ്മൾ അത്രയും ഒരു എന്താ പറയുക, പിന്നെ വേറെ ഒന്നും മാറി വരാൻ സമയം എടുക്കുന്നു മാത്രമേ ഉള്ളൂ. പുതിയൊരു ക്യാരക്ടർ ആവാൻ സമയം വേണം. അല്ല, അത് ഇത് ഇറങ്ങി വിട്ടുപോകാൻ അതിൻ്റെ ആ താളം മാറ്റിയെടുക്കാൻ. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയ വിശേഷം കനകരാജ്യമായിരുന്നു, അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചു. സോ ഫൈനലി നമുക്ക് എന്ത് തരം സിനിമയാണ് കനകരാജ്യം എന്നും അത് വരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് അവർക്ക് നമുക്ക് എന്ത് ഗിഫ്റ്റാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നും ഒറ്റ വാക്കിൽ എന്താ പറയുക പറഞ്ഞോളൂ. നമ്മുടെ ഒരു കുടുംബം, നമ്മളൊക്കെ അനുഭവിക്കുന്ന നമ്മുടെ സഹജീവികളായ ഒരു കുടുംബ കഥ നമ്മൾ പറയുന്നു. അത് വേറെ ഒരു ഏച്ചുകെട്ടലോ ഞെട്ടിപ്പിക്കലോ വേണ്ടിയിട്ടുള്ള ഗിമ്മിക്കുകളൊന്നും ഇല്ലാതെ വളരെ സ്റ്റാൻഡേർഡായിട്ട് മാന്യമായിട്ടൊരു കഥ പറയുന്നുണ്ട്. അത് മനസ്സിൽ നിൽക്കും, വളരെ ചുമ്മാ ശൂന്യമാക്കി വിടൂല. കണ്ടിറങ്ങുന്നവർക്ക് നല്ല സിനിമ തന്നെ ആയിരിക്കും, നമ്മൾ ആസ്വദിച്ച് ചെയ്തതാണ്. അതിനപ്പുറം നമ്മുടെ അധ്വാനത്തിൻ്റെ എല്ലാവരും കണ്ട് വിജയിപ്പിക്കണം എന്നുള്ള ഒരു പ്രത്യേക സ്വാർത്ഥമായൊരു താല്പര്യം കൂടെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും വന്ന് സിനിമ കാണണം, അനുഗ്രഹിക്കണം. ഇതുപോലുള്ള കുഞ്ഞു കുടുംബ ചിത്രങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേണ്ടേ? വേണം, അതും വേണം. എന്താ ലിയോണ പറയാനുള്ളത്? ഇതൊക്കെ തന്നെ എത്ര ക്യൂട്ടായിട്ട് പറഞ്ഞിട്ട് ഞാനിനി എന്താ പറയാ. ഈ വാക്ക് കേട്ടിട്ട് ആരും പറയാതിരിക്കുക. എല്ലാരും പ്ലീസ് ഒന്ന് സിനിമ ഇന്ദ്രൻ ചേട്ടന് വേണ്ടിയിട്ടെങ്കിലും. അപ്പോൾ ഓക്കെ, കനകരാജ്യം എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. റിലീസ് ഡേറ്റ് നമ്മൾ അനൗൺസ് ചെയ്തിട്ടില്ല, മാർച്ചിലായിരിക്കും. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ എന്തായാലും നല്ലൊരു വിജയമാവട്ടെ, അടിപൊളി സിനിമയാവട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്.